പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലിക്കേഷൻ നൽകാൻ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ്, എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ആവശ്യമായിട്ട് വരിക, അതുപോലെ തന്നെ ഓരോ ഡോക്യുമെൻസിൻ്റെയും കാലാവധി എത്രയാണ്, അതിൻ്റെ വാലിഡിറ്റി എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല. +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ടസിൻ്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം ലഭിക്കണം. ആ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് അപ്ലിക്കേഷൻ ആരംഭിക്കുക. ജൂൺ ആദ്യ വാരമൊക്കെ അപ്ലിക്കേഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. അപ്ലിക്കേഷൻ തുടങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോയുമൊക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡോക്യുമെന്റ് ഡീറ്റെയിൽസുകൾ പറയുന്നതിനു മുമ്പായി അപ്ലൈ ചെയ്യാൻ പോകുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഒരു പ്രത്യേക നിർദ്ദേശം, അപ്ലൈ ചെയ്യുവാനായി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സെൻറ്ററുകളെ, അക്ഷയ സെൻറ്ററുകളെ ഒക്കെ സമീപിക്കാവുന്നതാണ്. പക്ഷെ അതിനുശേഷം വരുന്ന ഓരോ പ്രോസസ്സിനും വേണ്ടി കമ്പ്യൂട്ടർ സെൻറ്ററുകളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും. അതായത് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം 3 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം 10-ലധികം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മൊബൈലിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 10 അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ അതിലേക്കെല്ലാം ഓപ്ഷൻ നൽകേണ്ടി വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ റിസൾട്ട് പരിശോധിക്കേണ്ടി വരും. ഇതിനെല്ലാം ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിനെ സമീപിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സമയം പ്രശ്നമാകും. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആണ് ഇതിനുള്ളത്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും ഡീറ്റെയിൽസുകളും മനസ്സിലാക്കാം. മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. ഇത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടേത് യൂസ് ചെയ്യുക. കാരണം പാസ്വേഡൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിലേക്കായിരിക്കും OTP വരിക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളതാണ് ഏറ്റവും ഉചിതം ഉപയോഗിക്കുന്നതിൽ. പിന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ഫോട്ടോയുടെ താഴെ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പൂർണ്ണമായിട്ടുള്ള പേര്, അതുപോലെ ഫോട്ടോ എടുത്ത ഡേറ്റും നൽകൽ ഉചിതമാണ്. നൽകിയിട്ടില്ല എങ്കിൽ പോലും അപ്ലിക്കേഷനിൽ പ്രശ്നങ്ങളൊന്നും സാധാരണ വർഷങ്ങളിൽ ഉണ്ടാകാറില്ല. ഫോട്ടോയും സിഗ്നേച്ചറും JPEG ഫയൽ ഫോർമാറ്റിലാണ് വേണ്ടത്. അത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ വേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്ന് നേറ്റിവിറ്റി. നിങ്ങൾ കേരളീയനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു രേഖയാണ്. ഇതിനു വേണ്ടി SSLC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച സ്ഥലമുണ്ടെങ്കിൽ, നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നേറ്റിവിറ്റി, നിങ്ങൾക്ക് വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴി ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേരളീയനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി SSLC, അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ. ഇതിനു വേണ്ടി SSLC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതായത് 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് +2 സർട്ടിഫിക്കറ്റ്. +2 സർട്ടിഫിക്കറ്റ് വേണ്ടത് കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല, ഈ വർഷത്തിന് മുൻ വർഷങ്ങളിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്കാണ്. അവരാണ് +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വർഷം +2 പാസ്സായ, അതായത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സാകുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർ അവരുടെ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. ഓട്ടോമാറ്റിക്കലി അവരുടെ ഡാറ്റാബേസിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് സ്കോർ വെബ്സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ മാത്രം നൽകുക. പക്ഷേ CBSE, ICSE പോലുള്ള വിദ്യാർത്ഥികൾ അവരുടെ സ്കോർ കൂടി അപ്ലോഡ് ചെയ്ത് നൽകേണ്ടി വരുന്നതാണ്. പിന്നെ സ്പെഷ്യൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളാണ്. അതായത് OBC വിഭാഗം, OBC വിഭാഗത്തിൽ വരുന്ന എല്ലാ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള OBC വിദ്യാർത്ഥികളാവും. അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളും NCL, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. NCL സർട്ടിഫിക്കറ്റ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീറ്റിനും മറ്റും, നീറ്റ് JEE പോലുള്ളവയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൽ പലരും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാകും. അത് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല.
കേരള സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിന് വാങ്ങിയതായിരിക്കണം. അതാണ് നിങ്ങൾ വില്ലേജ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ വാങ്ങിയതാവാവുന്നതാണ്. ഇത് രണ്ടായാലും മതി. പക്ഷേ നിങ്ങൾ നീറ്റിന് ഉപയോഗിച്ച ആ ഒരു NCL സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് മതിയാകുന്നതല്ല. അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആദ്യം റിജക്റ്റ് ചെയ്യും. പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു വെബ്സൈറ്റിൽ LBS വെബ്സൈറ്റിൽ നൽകാറുണ്ട്. അപ്പോൾ OBC വിഭാഗം വിദ്യാർത്ഥികളും OEC വിഭാഗം വിദ്യാർത്ഥികളും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ അവർക്ക് അതിൻ്റെ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 10% EWS റിസർവേഷൻ ലഭിക്കണമെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ടത് EWS സർട്ടിഫിക്കറ്റ് ആണ്. അത് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അക്ഷയ സെൻറ്റർ വഴി EWS സർട്ടിഫിക്കറ്റ് നിലവിൽ ലഭിക്കുന്നില്ല. താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന തഹസിൽദാർ നൽകുന്ന EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നീറ്റ് ആവശ്യത്തിന് വാങ്ങിയത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ മറ്റു റിസർവേഷൻ, ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളുണ്ടാകും, അതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ടൊക്കെ ഉണ്ടാവും. അവരുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ 40%-ലധികം വൈകല്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ SC, ST, OEC അതുപോലെ ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങളുണ്ട്. ഇവർക്കെല്ലാം ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലും എന്ത് മതി, 1000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾക്കും 1000 രൂപ മാത്രമാണ് വരുന്നത്. ഇവരെല്ലാവരും അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, അവർക്കൊക്കെ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ, കൂടാതെ ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അവർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഡോക്യുമെൻസുകളുടെയൊക്കെ വാലിഡിറ്റി എത്ര വർഷമാണ് എന്നുള്ള കാര്യമാണ്. ഒന്നാമതായി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ, ജാതി സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ 3 വർഷമാണ് അതിൻ്റെ കാലാവധി. അതുപോലെ NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഇതിന് 1 വർഷം മാത്രമേ കാലാവധി ഉണ്ടാവൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വാലിഡ് ആയാൽ മതിയാകുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ സമയത്ത് വാലിഡ് ആണെങ്കിൽ അത് ഓക്കെയാണ്, പുതിയതൊന്നും ആവശ്യമില്ല, അത് തന്നെ മതിയാകുന്നതാണ്. അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിനും 1 വർഷമാണ് വാലിഡിറ്റി. അപ്പം ജാതി സർട്ടിഫിക്കറ്റിന് 3 വർഷം വരുമ്പോൾ NCL, EWS, ഇൻകം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് 1 വർഷം മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ 1 വർഷത്തിനകം എടുത്തതായിരിക്കണം എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല, ലൈഫ് ലോങ് ആണ്. പക്ഷേ നിങ്ങളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ പരിശോധിക്കും, അഡ്മിഷൻ സമയത്ത് പരിശോധിക്കുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസുകളൊക്കെ അഡ്മിഷൻ സമയത്ത് വെരിഫൈ ചെയ്യുന്നതാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ മാത്രം അപ്ലോഡ് ചെയ്യുക. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് അതുപോലെ മറ്റ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ഒക്കെ ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഒക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം.